ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചതുകൊണ്ട് ഇവിടെ അടുത്തുള്ളൊരു പീടികയിൽ നിന്നാണ് മേടിച്ചത്. കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുള്ളൂ, അങ്ങനെ കുറേ സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചെന്തായാലും അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന്. ഒരു 5 സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളൂ. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. സോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് തന്നെ ഞാൻ മേടിച്ചത്. ഇതിന് 30 റുപ്പീസാണ് വരുന്നത്. ഇത് ക്യാമലിൻ്റെ കളർ പെൻസിൽസാണ്. 12 ഷെയ്ഡ്സാണ് വരുന്നത്. ഇത് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും, പക്ഷെ എൻ്റെ അടുത്തിന് ഇങ്ങനത്തെ സാധനം കളറ് പറയണ സാധനമേ മേടിക്കില്ല. അപ്പം മൊത്തം കളറ് പോലെ കുറച്ച് പെയിൻറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചാണ്. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ, പണ്ടീസാണ്. പക്ഷെ ഞങ്ങൾ കേട് വരുത്തി, കാരണം ഞാൻ ചെറുതായിരുന്നു പണ്ട്. ഇനി ഞാൻ അതൊക്കെ സൂക്ഷിച്ചിരിക്കും. ഇതാണ് ഫസ്റ്റ് കേട്ടോ. കളർ പെൻസിൽ നമുക്ക് ബോർഡർ ചെയ്ത് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്കെച്ചും പറ്റും. പക്ഷേ സ്കെച്ചൊക്കെ പെട്ടെന്ന് കേടുവരും, കളർ പെൻസിൽ കേടുവരില്ലല്ലോ. പക്ഷെ ചെറുതാവും, ഷാർപ്പ് ചെയ്ത് വരുമ്പോഴത്തേനും. എന്നാലും എനിക്ക് കളർ പെൻസിലാണ് കേട്ടോ ഇഷ്ടം. ഉണ്ടോ, വൈറ്റൊക്കെ ഉണ്ട്. വൈറ്റൊക്കെ എന്തിനാണെന്നറിയില്ല. എന്നാലും പിന്നെ ഒരു ഷാർപ്പ് ഫ്രീ ഒന്നുമല്ല, ഒരു ഷാർപ്പ് വരുന്നുണ്ട്. നമുക്കിതെടുത്ത് വയ്ക്കാം. ഞാൻ ഇന്ന് പോയി മേടിച്ചാട്ടപ്പം, പിന്നെ നിങ്ങൾക്കും കൂടി ഇന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാണ്, ഇത് ഒരു കളറാണ്, പ്ലാസ്റ്റിക് ക്രയോൺസ് ആണ് കേട്ടോ. കോംസിൻ്റെ ഇത്രയും വലുത് ഞാൻ മേടിക്കാറില്ല. ചെറിയ ക്രയോൺസാണ് മേടിക്കാറ്, ഇത്രയും വലുതൊന്നും ഞാൻ മേടിക്കാറില്ല. പിന്നെ പ്രാവശ്യം മേടിച്ചു എന്നേ ഉള്ളൂ. ഇതിന് 60 രൂപയും ഇതിന് 30 രൂപയാണ്. 60 രൂപ. അത്യാവശ്യം വലിയ കളേഴ്സാണ്. ഞാൻ ഇതുവരെ തുറന്ന് നോക്കിയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഒപ്പം ഇറേസബിളാണിട്ടത്. ഇതിൻ്റെ ഒപ്പം ഇറേസ് വരുന്നുണ്ട്. ഗോൾഡൻ ആൻഡ് സിൽവർ ഷെയ്ഡ്സ്, 1 ഇറേസർ ഇൻസൈഡ് ദിസ് പാക്ക്. അവിടെ ഇത് ഞാൻ വായിച്ചിരുന്ന കേട്ടോ. അപ്പം പിന്നെ നമുക്ക് തന്നെ തുറക്കാം. കണ്ടോ, ഇതാണ് കേട്ടോ ഈ ഇറേസർ. സോ നമുക്ക് തുറക്കാം. ഇറേസർ ചാടിപ്പോയി. ഒരു മിനിറ്റ് ഗായ്സ്, ഞാൻ തുറന്നപ്പോൾ തന്നെ ഇറേസർ ചാടിപ്പോയി. ഇതാട്ടോ ഇറേസർ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ട് ഇറേസറാട്ടോ. ചെറിയതാണെങ്കിൽ ക്യൂട്ടായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനത്തെ ഇറേസറൊക്കെ. പിന്നെ ഇത് എന്തോ ഒരു കാർഡ്ബോർഡ്, എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ, ഇത് കാർഡ്ബോർഡ് തന്നെയാണ് പറഞ്ഞത്. അത് എനിക്ക് തോന്നുന്നു ഇറേസറിന് കളർ വയ്ക്കാതിരിക്കാനാണ് എന്നാണ്. സോ ഇത്രയും കളേഴ്സാണ്. ഇതാണ് സിൽവർ, ദിസ് ഇസ് ദ ഗോൾഡൻ. ഇത് ഗോൾഡനും ഇത് സിൽവറും. കണ്ടോ, 14 ഷെയ്ഡ്സാണ്. ഗോൾഡനും സിൽവറും മാത്രം ഒരു പുതിയ കളറ്. ഞാൻ ഗോൾഡനും സിൽവറും എടുത്ത് കാണിച്ചു തരാം. അത്ര വലിപ്പമുണ്ടാവും കേട്ടോ ഒരു കളറിന്. എനിക്ക് ഇത്ര വലിപ്പമുള്ള കളർ വേണമെന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ മേടിച്ചതാണ്. ഗോൾഡന് കാണിച്ചു തരണോ റൈസ്? ഇതാണ് കേട്ടോ ഗോൾഡൻ. ഇതിനും അത്യാവശ്യം വലിപ്പമുണ്ട്. ഞാൻ ഗോൾഡനും സിൽവർ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനെ ഞാൻ ഗോൾഡനും സിൽവറും യൂസ് ചെയ്യാറില്ല, അതിന് ആവശ്യം വരാറില്ല. അപ്പോൾ 14 ഷെയ്ഡ്സിൻ്റെ ഒരു നോർമൽ കളർ മേടിച്ചിട്ടുണ്ട്. വലുത്, അത്ര വലുത്. ബട്ട് ഈ ഒരു കുപ്പിൻ്റെ അത്ര വലുപ്പമൊന്നുമില്ല. ഈ കുപ്പിൻ്റെ അത്ര വലുപ്പം മാക്സിമം ഉണ്ടാവും, ഇത്ര വലുപ്പം ഉണ്ടാവും. ബാക്കി ഇത്ര ഇറേസറിനുള്ളൊരു സ്പേസാണ്. പിന്നെ ഈ അടപ്പിലും കണ്ടോ, ഇങ്ങനെയാണ് വരിക.
സോ പിന്നെ ഞാൻ ഏറ്റവും ആഗ്രഹിച്ച് മേടിച്ചത് ഇതാണ് 6 ഷെയ്ഡ്സിൻ്റെ ഫാബ്രിക് പെയിൻ്റ് ആണ്. അക്രിലിക് കളേഴ്സാണ്. ഇതിന് 100 ആട്ടോ വരുന്നത്. ഓക്കെ, എനിക്കിതിൻ്റെ പെട്ടി നല്ലപോലെ ഇഷ്ടപ്പെട്ടു. വൈറ്റ് കേട്ടോ, ഞാൻ വൈറ്റിനായിരുന്നു ഇട്ടത് മേടിച്ചിരുന്നത്. പിന്നെ എനിക്ക് കുപ്പിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, മറ്റേ ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഇതിൽ കാർഡ്ബോർഡൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. സോ നമുക്കിത് അതേപോലെ തന്നെ തിരിച്ച് വയ്ക്കാം. വൈറ്റ്, റെഡ്, ലെമൺ യെല്ലോ നാട്ടതിൻ്റെ പേര്. പിന്നെ ഇതെന്ത് റെഡാണോ, ക്രിംസൺ. ഇതൊന്നും വൈറ്റ് അല്ല, ഇത് വൈറ്റാണ്. ശരിക്കും തരാം, നമ്മൾ റെഡ് ബ്ലൂ അങ്ങനെ പറഞ്ഞ് നടക്കുന്നതിന് അവരിങ്ങനെ ലെമൺ യെല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ലെമൺ യെല്ലോ ആണോ. പിന്നെ അൾട്രാമറൈൻ ബ്ലൂ അങ്ങനത്തെ ഒരു ബ്ലൂ ഉണ്ട്. പിന്നെ പച്ചയുണ്ട്, ഇത് സാപ്പ് ഗ്രീനാണ്. ഇത് ഇങ്ങനെ കാണണ്ടാവില്ല. സോ ഗായ്സ്, പ്രശ്നം. പിന്നെ ബ്ലാക്ക് ഉണ്ട്, ഇതിലും ബ്ലാക്ക് ഞാൻ കൊടുത്തിരിക്കുകയാണ് കേട്ടോ, കുഴപ്പമില്ലാണ്ട്. സോ ഇത്രയും കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഞാൻ കാണിച്ചതുള്ളൂ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐറ്റം ഒരു പിങ്ക് ഹൈലൈറ്റർ ഉണ്ട്. എൻ്റെ അടുത്ത് കുറച്ച് കളേഴ്സൊക്കെ ഉണ്ട്. ലാസ്റ്റായിട്ടുള്ള ഐറ്റമല്ല, ഇനിയും ഉണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് കുറേ കളേഴ്സ് ഉണ്ട്, ഞാൻ അടുത്ത് വരാം. ആദ്യം എൻ്റെ അടുത്ത് 3 ഹൈലൈറ്റേഴ്സ് ആയിരുന്നു. ഇപ്പം എൻ്റെ അടുത്ത് 4 ഉണ്ട്. കാരണം ഞാനൊരു പിങ്ക് മേടിച്ചല്ലോ. ഫസ്റ്റത്തെ ഹൈലൈറ്റർ ഇതാണ്. ഇത് ഞാൻ മേടിച്ചതല്ല, എൻ്റെ അടുത്ത് ആദ്യം തന്നെ ആണ്. ഓറഞ്ച് കളറാണ്. പിന്നെ ഇത് ഗ്രീൻ കളറാണ്. ഞാൻ ഇതിന് സ്റ്റിക്കർ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. ഗ്രീൻ കളറാണ്. ഇതിന് നല്ല ക്യൂട്ട് സ്റ്റിക്കറാണ് കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് കളർ പേർപ്പിളാണ്. ഇത് എനിക്ക് പേർപ്പിളാണ് കേട്ടോ ഇഷ്ടം. പേർപ്പിളല്ല, ഇത് ആക്ച്വലി ഒരു ലാവൻഡർ ആയിട്ടുള്ള ഒരു കളറാണ്. പിന്നെ പിങ്കും ഞാൻ ഈ പിങ്ക് ടെസ്റ്റ് ചെയ്തിട്ടില്ല, നല്ല കട്ടിട്ട്. സോ നോക്കട്ടെ. കൈൻഡ് ഓഫ് എ ലൈറ്റ് കളറാണ്. അപ്പം പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ള ലൈറ്റാണ്. ഞാനങ്ങനെ പെയിൻറ്റ് ഞാൻ അങ്ങനെ അധികം ചെയ്യാറില്ല, പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്ക് പെയിൻറ്റ് ഭയങ്കര അത്യാവശ്യമായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഞാനൊരെണ്ണം മേടിച്ച് വെച്ചു എന്നുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് പെയിൻറ്റ് ചെയ്യാനുള്ളൊരു പെയിൻറ്റ് ബ്രഷ് വരുന്നുണ്ട്. എൻ്റെ അടുത്ത് ഒരു ബ്രഷ് ഉണ്ടായിരുന്നുള്ളൂ. ആ ബ്രഷിൻ്റെ അവസ്ഥ ഉണ്ടൊക്കെ അടിയൊക്കെ പൊട്ടി അടിപൊളിയായിട്ടുണ്ട്, പക്ഷെ കട്ട പിടിച്ചിട്ടില്ല അതുള്ളൂ. അതുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യാം. അപ്പം ഞാൻ പിന്നെ ഒരു സ്ലിം ആയിട്ടുള്ളത് വൈഡായിട്ടുള്ളത് 2 ഉണ്ട്. സോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.